ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഒരു ചോദ്യമാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം. നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കാറുണ്ടോ? ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ സാധിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങനെയാകണം എന്ന് വളരെ മനോഹരമായി ഓർമ്മിപ്പിക്കേണ്ട ദിനങ്ങളല്ലേ ഈ തിരുപ്പിറവിയിലേക്കുള്ള യാത്ര. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20 മുതലുള്ള വാക്യത്തിൽ അബ്രഹാം പിതാവ് യഹോവയായ ദൈവത്തോട് എത്ര സുന്ദരമായാണ് സംസാരിക്കുന്നതെന്ന് നാം വായിച്ചറിയേണ്ടത് തന്നെയാണ്. 23-ാം വാക്യത്തിൽ അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? സോദോമും ഗൊമോറയും നശിപ്പിക്കപ്പെടും എന്നുള്ള ഘട്ടത്തിലാണ് അബ്രഹാം ഇത് സംസാരിക്കുന്നത്. പിന്നീട് കാണുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ യഹോവയായ ദൈവത്തോട് 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? അവസാനം അത് 10 പേര്. 32-ാം വാക്യത്തിലെത്തുമ്പോൾ കർത്താവെ, കോപിക്കരുതേ, ഞാനിനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ, ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുക. പ്രിയമുള്ളവരെ, എത്ര മനോഹരമാണ് ഈ ഭാഗം. നമുക്കും അങ്ങനെ ആയിക്കൂടെ? ദൈവം അനുഗ്രഹിക്കട്ടെ.